അങ്ങനെ സൂസി പറഞ്ഞു കൊടുത്ത ഐഡിയയിൽ അവൻ ലിസയ്ക്കായി ഒരു ഗംഭീര പാർട്ടിയാണ് ഒരുക്കി കൊടുത്തത്. അന്ന് തന്നെ അവൻ സോഷ്യൽ മീഡിയയിൽ അവൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം അനൗൺസ്മെൻറ്റ് ചെയ്തു. പക്ഷെ അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അവൻ്റെ കരിയർ തന്നെ പോകുമെന്ന് ഓർത്തിട്ടാണ് അവൾ ഇതൊന്നും പുറത്തൊന്നും വെളിപ്പെടുത്താത്തത്. എന്നാൽ മറുവശത്ത് സൂസി വിവാഹം കഴിഞ്ഞ് അവളുടെ വീട്ടുകാരെ കാണാനായി എത്തിയിരിക്കുകയാണ്. എന്നാലും അവൾക്ക് ചേച്ചിയില്ലാതെ ഒരു വിഷമമുണ്ട്. ശേഷം അവർ അകത്തേക്ക് കയറുന്നു. അപ്പോൾ സൂസി ഓരോരുത്തരായിട്ട് അവൾ ചാൾസിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ആൻറ്റി മകൾ വന്ന് നിങ്ങളിവളെ വിവാഹം ചെയ്തതിൽ യാദൃശികം തന്നെ ഒരു യോഗ്യതയില്ലാത്തവളെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. നിങ്ങളെ കിട്ടിയതിൽ അവൾക്കാണ് ഭാഗ്യം. ഇവരുടെ പാരൻസ് മരിച്ച പിന്നെ ലിസയാണ് ഇവളെ വളർത്തിയത്. ഇനി നിങ്ങളാണ് അവളെ നേരെ ആക്കേണ്ടത്. എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ മകളെ ചാൾസിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവൻ അവൾക്ക് സപ്പോർട്ടായിട്ട് അതിന് കാര്യമില്ല. എന്നാൽ ഇവർ ആരും സൂസിയെ വകവയ്ക്കും പോലും ചെയ്യുന്നില്ല. സോ അവൾ മാറി നിന്നു. എന്നാൽ അപ്പോഴും അവരുടെ മക്കൾ വന്ന് അവളെ ചൊറിയാനായിട്ട് നോക്കി. ഫൂ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു എന്ന് കരുതി നീ മിസ്സിസ് ഫൂ ആയി കരുതേണ്ട. മിസ്റ്റർ ഫൂവിൻ്റെ അടുത്തെത്താൻ ശ്രമിക്കുന്ന ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിന്നേക്കാൾ മികച്ചവരാണ്. ലിസ ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ മടി പിടിച്ച് ഒരു കഴിവും പോലില്ലാത്ത ഒരാളായി മാറിയേനെ. എന്നാൽ ചാൾസിന് എന്നെ കല്യാണം കഴിച്ചതിൽ അവനൊരു കുഴപ്പമില്ലല്ലോ എന്ന് സൂസി പറയുമ്പോൾ അവർ പറയുന്നത് മിസ്റ്റർ ഫൂവിന് വേണ്ടാന്ന് വയ്ക്കാൻ മാസങ്ങളോളം വേണ്ട. ഇത് കേട്ട് ദേഷ്യം വന്നവൾ പോകുമ്പോൾ അവർ വിടുന്നത് പോലുമില്ല. അപ്പോഴാണ് അവളുടെ കയ്യിലുണ്ട ഗ്ലാസ് താഴെ വീഴുന്നത്. പക്ഷെ അവർ ഒരു ഗ്ലാസ് പോലും പിടിക്കാൻ പറ്റാത്ത നീയാണോ ഫൂവിൻ്റെ ഭാര്യയാകുന്നെന്ന് പറഞ്ഞ് കളിയാക്കി. ഈ ഒരു കാഴ്ച കണ്ട ചാൾസ് അവിടെ വൃത്തിയാക്കാൻ വൈകിട്ട് വരുമ്പോൾ സൂസിയോട്ട് സമ്മതിച്ചില്ല. കാരണം ഇനി ഇതിൻ്റെ പേരിലും അവളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കണല്ലോ. അതിനാൽ ചാൾസ് എല്ലാവരോടും എൻ്റെ ഭാര്യ ഇത്ര അസ്വസ്ഥയാണ്, അതുകൊണ്ട് അധികം നേരം നിൽക്കണില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അവർ പുറത്തേക്ക് വരുമ്പോൾ സൂസി ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ഷൂ തുടയ്ക്കാൻ പോകുമ്പോൾ അത് നിനക്ക് തന്നെ അപമാനമല്ലെന്ന് തോന്നിയില്ലേ? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർ നിന്നെ അപമാനിച്ചാൽ അത് എന്നെയും കൂടി അപമാനിക്കുന്നതിന് തുല്യമാകും. അപ്പോൾ പിന്നെ എന്തിനാ വിളിക്കാനായിട്ട് ഐഡിയ ഒക്കെ കൊടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞ് സൂസി കരയുകയാണ്. അവൾക്ക് അവളുടെ ബന്ധുക്കളെ തന്നെ ഒട്ടും ഇഷ്ടമല്ല. കാരണം അവർ അവളോട് പെരുമാറുന്നത് അങ്ങനെ ആയതുകൊണ്ടാകാം. അവളുടെ ചെറുപ്പത്തിൽ കസിൻസ് അച്ഛനും അമ്മയില്ല, ആർക്കും നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. അന്നൊക്കെ അവൾക്ക് തുണയായത് അവളുടെ ചേച്ചിയായിരുന്നു. കൂടാതെ സൂസി വലുതായപ്പോഴും അവളെയും കൊണ്ടൊരു ഉപയോഗമില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കളുടെ വായിൽ നിന്ന് അവൾ നേരിട്ടെന്നെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് സൂസി വിഷമിക്കുമ്പോൾ ചാൾസ് എന്തു പറ്റി? വിരുന്നിൽ ഞാൻ അവരെ ന്യായീകരിക്കുകയോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ ബന്ധുക്കളുമായി സംസാരിച്ചു. ബഹുമാനം കൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. പിന്നെ അവർ നിങ്ങളുടെ കുടുംബമാണ്. എന്നാലും അവർക്ക് എൻ്റെ അടുത്തൊന്നും വരാൻ പോലും യോഗ്യരല്ല. പിന്നെ അത് എൻ്റെ നമ്പറുമല്ല. അവർ വിളിച്ചാലും റിസപ്ഷനിലേക്കായിരിക്കും പോവുക. ഇത് കേട്ടതും അവളുടെ ദേഷ്യമൊക്കെ മാറി ചാൾസിനെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ ചാൾസിന് അവളുടെ സ്നേഹം കൂടി വരികയാണ്. എന്നിട്ട് അവൾ ഫോൺ വാങ്ങിച്ച് വിരുന്ന് അടിപൊളിയായിരുന്നെന്ന് പറഞ്ഞ് ചേച്ചിനോട് പറയുകയാണ്. എന്നാൽ ഇവിടെ അനിയൻ ആ കേക്ക് മുറിച്ച് കഴിച്ചതിൽ ക്രീം അലർജി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലാണ്. ബേട്ട പാർട്ടിക്ക് കേക്ക് കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലായത് തന്നെ. സോ വിവരം പറഞ്ഞ് ലിസാകും അവനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാം. പിറ്റേ ദിവസമായാലും അവൻ എഴുന്നേൽക്കുമ്പോൾ അവളാകും ഫുഡൊക്കെ വാരി കൊടുക്കുന്നത്. ഇതൊക്കെ കാണുന്നവന് ഇത് സ്വപ്നമാണോ അതോ റിയലാണോ എന്ന് സ്തംഭിച്ചു പോയി. ശേഷം ഉച്ചക്കഴിഞ്ഞ് അവൻ കണ്ണു തുറക്കുമ്പോൾ അവൾ ഇതിനകം തന്നെ ഓഫീസിലേക്ക് പോയി. അവിടെ ഒരു ലെറ്റർ വെച്ചിട്ടായിരിക്കും പോയത്. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അവനു വേണ്ടി ഒരു ഗിഫ്റ്റും വെച്ചിട്ടുണ്ടാകും. ഇവനെന്തോ പ്രതീക്ഷയിൽ നോക്കുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയാകും. ലിസ ഇപ്പോഴും അവളുടെ കണ്ണിൽ അവൻ ഇപ്പോഴും ചെറുപ്പമാണ്, പക്വതയില്ലാത്തവനും. ഇവളെന്തിങ്ങനെ കരുതി ഉടനെ അവൻ സൂസിയെ വിളിക്കുന്നു. ഇവൻ വിളിച്ചത് ലിസയ്ക്ക് ഏത് തരം പുരുഷനെയാണ് ഇഷ്ടമെന്ന് ചോദിക്കാനാണെന്ന് അവൾക്ക് നേരത്തെ തന്നെ അറിയാം. ഇവനും അല്ല, ഞാൻ സ്വന്തം തന്നെയല്ലേ, കോടീശ്വരനല്ലേ, പിന്നെ എന്താ നിന്റെ ചേച്ചിക്ക് മാത്രം പിടിക്കാത്തത്? ലിസയെ ഒന്ന് വളച്ചോടിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ സൂസി അവനോട് വിവാഹം കഴിക്കുന്നതിന് മുന്നേ നീ ഡേറ്റിംഗ് ചെയ്തിരുന്നോ? അവനും അതിന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ തൊടുന്നത് തന്നെ നിന്റെ ചേച്ചിയാണ്. ജോലിക്ക് പുറമെ നിങ്ങളുടെ സഹോദരിക്ക് എവിടെ പോകുന്നതാണ് ഇഷ്ടം ചോദിക്കുമ്പോൾ ലിസ ആഴ്ചയിൽ കിക്ക് ബോക്സിങ്ങിനൊക്കെ പോവും, അതിലൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാനായി പറയുന്നു. അപ്പോൾ ഇത്രയും ഡിസിപ്ലിൻ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് അവന് മനസ്സിലായത്. കിക്ക് ബോസ് അവിടെ പോകാനായി തീരുമാനിക്കുന്നു. ഇവിടെ ലിസ കിക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാസ്റ്റർ വന്ന് പുതിയ കിക്ക് ബോക്സറെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത് മറ്റാരുമായില്ല,
യങ്ങാകും. മാസ്ക് ഇട്ടത് കൊണ്ട് തന്നെ ലിസിക്ക് മനസ്സിലാകുന്നതില്ല. ലിസ ഒന്നും മിണ്ടാതെ അറ്റാക്ക് തുടങ്ങി. അവളുടെ ഒരൊറ്റ അടിയിൽ അവൻ തോൽവി സമ്മതിച്ച് ആ മാസ്ക് മാറ്റുമ്പോഴാണ് യങ്ങാണെന്ന് ലിസിക്ക് മനസ്സിലായത്. നിനക്ക് പാടില്ലാത്തതല്ലേ കിക്ക് ബോക്സിങ്, നിനക്ക് പറ്റിയതല്ല. നിന്റെ അലർജി പോലും പൂർണ്ണമായി ഭേദമായിട്ടില്ല. വെറുതെ ആരോഗ്യം നശിപ്പിക്കേണ്ട, വീട്ടിൽ പോയി പോകാനായി പറയുമ്പോൾ അവനും പറയുന്നത് ഒന്നാമതായി ഞാൻ വളരെ ചെറുപ്പം പക്വതയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മോശാരോഗ്യമെന്ന് പറഞ്ഞ് ലേബിളും കിട്ടി. ഇവന് നല്ല വിഷമം കാണും. ശേഷം യങ് വേറൊരു ഗെയിം കളിക്കാനായി പോകുമ്പോൾ അത് അവനെയും കൊണ്ട് പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ലിസയും കൂടി വരികയാണ്. അവൻ കയറുന്നത് കുറച്ചു നേരം നോക്കി നിന്നു. രസകരമായി തോന്നിയോണ്ട് എന്നെയും കൂടി പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് അവനൊട്ടും തന്നെ എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല. ലിസയ്ക്ക് ഇങ്ങനത്തെ സ്പോർട്ടൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് സൂസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഗെയിം കളിക്കുമ്പോൾ ലിസയുടെ കൈവിട്ട് താഴെ വീഴുമെങ്കിലും യങ്ങായിരിക്കും അവളെ സേഫായി പിടിച്ചത്. ആ ടൈമിൽ അവൾക്ക് അവരോടൊരു ഇഷ്ടം കൂടുകയാണ്. ഇവിടെ സൂസി ചാൾസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ ബുക്ക് നോക്കുമ്പോൾ യങ് അവളെ പ്രശംസിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നു. ഇത്രയും നാളും ചാൾസിനൊപ്പം ജീവിച്ചതിന് സെർവൻ്റ് വരാത്തോണ്ട് അടുക്കളയിൽ ചാൾസിനായിരിക്കും ജോലി. സൂസിയെ കാണുമ്പോൾ നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് നല്ല എരിവുള്ള ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ട്രൈ ചെയ്യാൻ പറയുന്നു. അവളുടെ ആഗ്രഹം പടി ചാൾസ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അതിന് നല്ല എരിവും കാണും. സൂസി അവനോട് ടീസ്പൂൺ കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കഴിച്ച് തന്നെ അവന് മതിയായി. അപ്പോൾ ചാൾസ് പറയുന്നുണ്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ, എന്നെ സഹോദരൻ ഫു എന്ന് വിളിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല, നിനക്ക് മറ്റൊരു പേര് വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്ത് വിളിക്കണമെന്നറിയില്ല. ഭർത്താവിനെന്ന് വിളിച്ചപ്പോൾ ആദ്യമൊന്നും ചാൾസിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അവൾ ബുക്കിൽ നിന്ന് ഭർത്താവിനോട് നിങ്ങൾ കൂടെ സ്നേഹിക്കുമെന്ന് പറയുന്നത് സന്തോഷം വർദ്ധിപ്പിക്കുമെന്ന് വായിച്ച കാര്യമോർത്ത് അവനെ ഹണിന്ന് വിളിക്കുകയാണ്. നിയമങ്ങൾ ശരിയായി പഠിച്ചാൽ നമ്മുടെ വിവാഹം വളരെ വേഗം നടക്കും. അവളും ഓക്കെ. ഇതൊക്കെ കഴിച്ച് തീർക്കാനായിട്ട് പറഞ്ഞ് രണ്ടുപേരും ഹാപ്പി ആയിട്ടായിരിക്കും നൂഡിൽസ് കഴിക്കുക. ശേഷം സൂസി ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാകും അവളുടെ ഫ്രണ്ട് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് വിദ്യാർത്ഥികളുടെ ഒരു ഒത്തുചേരലുണ്ട്, അവളോട് വേഗം വരാനായി പറയുകയാണ്. ഇവളും റെഡിയായിട്ട് വരുമ്പോൾ ചാൾസ് ഈ രാത്രി നീ എവിടെ പോവുകയാണ്? സുഹൃത്തുക്കൾ ക്ഷണിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഒത്തുചേരലിനായി പുറത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ നീ ഒരു പെൺകുട്ടിയാണ്, രാത്രി ഒറ്റയ്ക്ക് പോകുന്നത് അത്ര സുരക്ഷിതമല്ല. ഓരോ 20 മിനിറ്റിലും നീ വീട്ടിലെത്തുന്നതുവരെ മെസ്സേജ് അയക്കാനായിട്ട് പറയുകയാണ്. ചാൾസ് ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് അവളുടെ ചേച്ചി കെയർ ചെയ്ത കാര്യമാകും ഓർമ്മ വരിക. സൂസി എപ്പോൾ പോയാലും ഓരോ മിനിറ്റിലും മെസ്സേജ് അയക്കണമെന്ന് ലിസ പറയുമായിരുന്നു. ഇവളും അത് വേണ്ട, പോയി ഞാൻ വേഗം തിരിച്ചു വന്നോളാം എന്ന് പറയുമെങ്കിലും ചാൾസ് പറയുന്നത് നീ എൻ്റെ ഭാര്യയാണ്, ഭർത്താവ് എന്ന നിലയിൽ അതെൻ്റെ കടമയാണ്. ഇവളും ഓക്കെ എന്ന് പറഞ്ഞു പോന്നു. അങ്ങനെ സൂസി പാർട്ടിയിലെത്തുമ്പോൾ അവൾ വൈകിട്ടായിരിക്കും എത്തുക. അവൾ ആരോ കാണാനാണ് പോയെന്ന് ഫ്രണ്ട് കരുതുമ്പോൾ അവളും തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് അവളുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള സത്യാവസ്ഥ പറയുകയാണ്. അപ്പോൾ കുറച്ച് പേര് അവളോട് മിണ്ടാൻ വന്നപ്പോൾ അവൾ അവരെ അവോയ്ഡ് ചെയ്യുന്നു. പക്ഷെ അവളെ സേഫാക്കാൻ ചാൾസ് ആൾക്കാരെ നേരത്തെ അയച്ചിട്ടുണ്ടായി. ഇത് കാണുന്നവർ ഉടനെ തന്നെ ചാൾസിനെ അറിയിച്ചു. ശേഷം സൂസി ബാത്റൂമിൽ പോകുമ്പോൾ ആ തലം നരച്ച പിള്ളേര് അവൾ പോയ പിന്നാലെ പോയി അവളെ ബ്ലോക്ക് ചെയ്യുകയാണ്. എന്നാൽ വിവരം അവർ എത്തിച്ചത് കൊണ്ട് തന്നെ ചാൾസ് വേഗം എത്തി അവരെ ഓടിച്ചു. ഫു കുടുംബത്തിലെ സ്ത്രീ എന്ന നിലയിലുള്ള നിങ്ങളുടെ സ്ഥാനം ഓർമ്മയുണ്ടോ? ശരിയായ സ്ത്രീയാകുന്നത് എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ടീച്ചർ വരെ ഞാൻ നിയമിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ എല്ലാ പാഠങ്ങളും പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് അന്ന് മുതൽ ചാൾസ് ഒരു തീരുമാനമെടുത്തു. മര്യാദ പരിശീലിപ്പിക്കുന്നിടയിൽ അവൾ കൂടുതൽ മടിയായിരിക്കും കാണിക്കുക. അതിനിടയിൽ ചാൾസ് പഠിപ്പിക്കലിൻ്റെ ഇരട്ടിക്കൂട്ടാനായിട്ട് പറയുന്നു. ഇത് കേട്ടതും അവൾക്കൊട്ടും തന്നെ പിടിച്ചില്ല. സാധാരണ വർക്ക് ചെയ്യുന്നവർ തന്നെ 8 മണിക്കൂറാണ്. ഇത് ഏത് കണക്ക്? 3 മാസമാണ് ചാൾസിന് അവൻ്റെ അച്ഛൻ കൊടുത്ത സമയം. അതിനുള്ളിൽ അവൾ നേരെയാക്കണം. എൻ്റെ ഭാര്യയാകാൻ എന്താണ് വേണ്ടതെന്ന് നീ അറിഞ്ഞിരിക്കണം. നീ നിന്റെ കടമകൾ നിറവേറ്റേണ്ടതാണ്. വീട്ടിലെ ഒരു നല്ല സ്ത്രീയാകാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ നിന്നെ അംഗീകരിക്കില്ല, പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന സൂസി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? സ്നേഹിക്കുന്ന ഒരാളെ കൊണ്ട് വെറുപ്പിക്കുന്ന കാര്യം ചെയ്യിപ്പിക്കാറുണ്ടോ? ആ അംഗീകാരം വേണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുകയാണ്. കുടുംബത്തിലെ സ്ത്രീയാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോടൊപ്പം എന്നേക്കും ജീവിക്കാൻ എനിക്കൊരിക്കലും താല്പര്യമില്ലെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരി ഈ കുടുംബത്തിൽ വിവാഹം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചത്. ചാൾസ് ഇവളെ പിടിച്ച് നേരെ റൂമിലേക്ക് കിടത്തി. വിവാഹബന്ധം അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ പോയ നിമിഷം ഉടനെ
അവൾ ചേച്ചിയെ വിളിച്ച് ചാൾസിനൊപ്പം ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുകയാണ്. പിറ്റേ ദിവസം ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ലിസയും യങ്ങും എത്തി. സോസിയെ ചാൾസ് റൂമിൽ പൂട്ടിയിട്ടായിരിക്കും ഇരിക്കുക. ലിസ വരുമ്പോഴാണ് അവളെ തുറന്നു വിടുന്നത് തന്നെ. ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട്, എനിക്കിനി ഇയാൾക്കൊപ്പം ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഡിവോഴ്സ് വേണം, ഇനി എനിക്ക് ഒരു ദിവസം കൂടി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അനിയനാണെങ്കിൽ ചേട്ടനൊപ്പം നിൽക്കാതെ സൂസിക്കൊപ്പമാകും നിൽക്കാം, കാരണം അവന് ലിസയെ പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. സൂസിയും ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുമ്പോഴാകും ചേച്ചിയും ഒരു തീരുമാനമെടുത്തു, നമുക്ക് വാങ്ങാം. ഇത് കേട്ടതോടെ അവൻ ചേട്ടനോട്, ചേട്ടാ നീയല്ലേ തെറ്റ് ചെയ്തത്, അപ്പോൾ നീ തന്നെ ക്ഷമ പറ. ചാൾസിനോട്, നീ ഇങ്ങനെ പെരുമാറുന്നതിനാൽ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം ഇനി ആവശ്യമില്ലെന്ന് പറഞ്ഞ് ലിസ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ചാൾസ് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. സോ ഇത് ഡിവോഴ്സ് വരെ എത്തില്ലെന്ന് പറയുമ്പോൾ അനിയന് നല്ല ദേഷ്യം കാണും. ചാൾസ് കാരണമല്ലേ ലിസയും പോയത്, അല്ല എന്തിനാണ് വഴക്കുണ്ടാക്കിയെന്ന് അവൻ ചോദിച്ചു. അവളോട് നിയമങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ചേട്ടൻ അമ്മയും അച്ഛനെയും വളരെയധികം അനുസരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയായത്. അവൾക്ക് ആ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്തതിന് അവളെ നിർബന്ധിക്കരുത്. ഒന്നോർക്കു നോക്ക്, കുട്ടിയായിരുന്നപ്പോൾ മുതൽ ജോലിയിൽ നിങ്ങൾ കർശനമായിരുന്നു, ജീവിതത്തിൽ അച്ചടക്കമുള്ളവനും. എനിക്കതെല്ലാം മനസ്സിലാവും. എന്നാൽ ഇത്രയും നിയമങ്ങൾ ഒരു വിവാഹത്തിൽ നിലനിർത്താൻ കഴിയില്ല. വിവാഹ ജീവിതമായാൽ മനസ്സിലാക്കലും വിട്ടുവീഴ്ചയും ആവശ്യമാണ് എന്ന് ചേട്ടനെ ഉപദേശിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന മട്ടിലാകും ചേട്ടൻ്റെ മറുപടി. ഒന്നോർക്ക്, സ്നേഹിക്കുന്ന സ്ത്രീയാണ് വിവാഹം കഴിക്കേണ്ടത്, അല്ലാതെ കുടുംബത്തിലെ ലേഡി എന്നൊരു പദവിക്കായിട്ടല്ല. ആർക്കും കുടുംബത്തിലെ ലേഡിയാകാം, പക്ഷേ സുവാനെ പോലൊരാൾക്ക് സുവാനെ മാത്രമേ കഴിയുള്ളൂ. ഇവിടെ ലിസ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അറിയാവുന്ന ജോലിക്കാരികൾ അവൻ ഇത്രയും പാവമായി യങ് മാസ്റ്ററെ ഇങ്ങനെ ചെയ്യാൻ തോന്നി. അപ്പോൾ ലിസ ചാൾസിന്, നിന്നെ ഭീഷണിപ്പെടുത്താൻ തുനിഞ്ഞാൽ ചേച്ചി നിനക്ക് നീതി തേടി തരും. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവൻ്റെ കമ്പനി പാപ്പലാക്കും, പിന്നെ അവനെ തലസ്ഥാന നഗരത്തിൽ നിന്ന് തന്നെ എന്നേക്കും പുറത്താക്കും. പക്ഷെ അവൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല, അവൻ നല്ലവനാണ് എന്ന് കേൾക്കുമ്പോൾ പിന്നെന്തിനാ ഇന്ന് കാര്യങ്ങൾ ഡിവോഴ്സ് വരെ എത്തിച്ചത്? കാരണം ചോദിക്കുമ്പോൾ കുടുംബത്തിലെ ഒരു ഉത്തമ സ്ത്രീയായി ഞാൻ മാറണമെന്ന് അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കത് ചെയ്യാനും പറ്റുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് മികച്ച ഭാര്യയാണ്, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അനുയോജ്യമായിരിക്കില്ല. അവനെക്കുറിച്ച് മോശം പറയാത്ത സ്ഥിതിക്ക് ലിസ അപ്പോൾ അവനെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ വീടിന് പുറത്ത് ചാൾസും യങ്ങും 3 മണിക്കൂറായി വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് സെർവൻ്റ് പറയുന്നു. ചാൾസ് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്കറിയാൻ അവളോട് മാറി നിൽക്കാനായിട്ട് അങ്ങനെ പറയുകയാണ്. ശേഷം ലിസ ഫോൺ നോക്കുമ്പോൾ യങ്ങിൻ്റെ മെസ്സേജ്, ചേട്ടൻ ചെയ്തത് തെറ്റാണ്, അതോർത്ത് അവൻ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെ പുറത്തു നിർത്തലെന്ന് പറഞ്ഞതിനാൽ അവരെ വീട്ടിൽ കയറ്റിയ ഉടനെ യങ് ചേട്ടനെ ആകും കുറ്റം പറയുന്നത്. എല്ലാത്തിനും എൻ്റെ സഹോദരൻ്റെ തെറ്റാണ്. എൻ്റെ മനസ്സിൽ ഒരു ഭാഗം ഞാൻ ഇതിനകം തന്നെ അവൻ നൽകി കഴിഞ്ഞ്, ഇനി നീ അവനോട് ദേഷ്യപ്പെടരുത്. ചാൾസ് സോറി പറയുമ്പോൾ ലിസ അവിടെ അനിയത്തിക്ക് വേണ്ടി, നിങ്ങൾ എൻ്റെ അനിയത്തിയെ സ്നേഹിക്കുന്നുണ്ടോ? ഇഷ്ടമുള്ള ആൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കില്ല. ഇപ്പോൾ മറ്റൊരാളെ കണ്ടാൽ നിങ്ങൾ എൻ്റെ അനിയത്തിയെ വിട്ട് നിങ്ങൾ അവരെ വിവാഹം കഴിക്കുമോ? കുടുംബത്തിലെ സ്ത്രീയോ അത് സുവൻ തന്നെയാണോ വേണ്ടത്? ഇതെല്ലാം സൂസി കേൾക്കുന്നുണ്ടായി. ലിസ ഫോൺ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. മറ്റാർക്കും എത്ര നല്ലവരായാലും ഒരിക്കലും അവളെ ആകാൻ കഴിയില്ലെന്നാകും ചാൾസ് പറയുന്നത്. അവരുടെ പാരൻസ് ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. ലിസയുടെ ജോലി തിരക്കിയായതിനാൽ അവളെ ശരിയായ രീതിയിൽ പരിപാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഞാൻ പരമാവധി ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും നല്ല മാർഗം. സുവൻ സുരക്ഷിതവും സന്തോഷവും വളരണമെന്നും മാത്രമേ ലിസ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ചാൾസ് ഉറപ്പ് നൽകി, ഇനി ഞാൻ അവളെ വിഷമിക്കില്ലെന്ന്. എന്നാൽ ലിസയ്ക്ക് ഇങ്ങനെയിടയിൽ ഒരു പ്രശ്നമില്ല. അവൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ശേഷം ചാൾസ് സൂസിയുടെ റൂമിലേക്ക് വരുന്നു. സൗണ്ട് കേട്ട സൂസി വേഗം തന്നെ ഉറങ്ങുന്നതായിട്ട് നടിച്ചു. ചാൾസ് വന്ന് നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാകും. അവൻ തിരികെ വിളിക്കുമ്പോൾ അവൾ നല്ല ദേഷ്യത്തിലാകും. അപ്പോൾ അവൻ, നിനക്ക് വേണ്ടി ഒരുപാട് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണണ്ടെന്ന് ചോദിക്കേണ്ട താമസം. വേഗം അവൾ എഴുന്നേറ്റ്, ഗിഫ്റ്റോ? അതോടെ അവളുടെ ദേഷ്യമെല്ലാം പോയി. അങ്ങനെ പോകാൻ നേരത്ത് ചാൾസ് ലിസയോട് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ഇനി വീണ്ടും സൂസിയെ സങ്കടപ്പെടുത്തിയാൽ ഞാൻ അവളെ അത്ര എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കില്ല. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ചാൾസ് അവൾക്ക് വേണ്ടി വരാൻ പോകുന്ന ബർത്ത്ഡേക്കായിട്ടുള്ള ഓരോ ഗിഫ്റ്റായിട്ടും ഒരുക്കിയിട്ടുണ്ടാകുക. 1 വയസ്സ് മുതൽ 22 വയസ്സുള്ള ഗിഫ്റ്റ് വരെ ഉണ്ടാകും.
പക്ഷെ അവൾ അവൻ്റെ ക്ഷമാപണം ഉടനടി സ്വീകരിക്കില്ലെന്ന് പറയുന്നു. അപ്പോൾ അവനും എന്നോട് ക്ഷമിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. ഇനി തൊട്ട് അവൾ പറയുന്നതെല്ലാം കേൾക്കാമെന്ന് അവൻ ഉറപ്പ് നൽകി. അങ്ങനെ ന്യൂ ഇയർ ഈവ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഫുൾ ഫാമിലി ആയിരിക്കും ആഘോഷിക്കുന്നത്. അപ്പോൾ അച്ഛൻ സൂസി എങ്ങനെ നിയമങ്ങൾ പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ ചാൾസ് എഴുന്നേറ്റ് ഞാൻ അവളെ പഠിപ്പിച്ചിട്ടില്ല. സൂസിയായി തന്നെ ഇരിക്കട്ടെ, അവൾ മറ്റാരും ആകണ്ട. നിങ്ങൾ ഇനി കൂടുതൽ നിർബന്ധിച്ചാൽ ഞാൻ ഗോത്രപിതാവ് സ്ഥാനം കൈയൊഴിയും. സൂസി ആയിടത്തോളം കാലം എനിക്ക് വേറെ ആരെയും വേണ്ട. അച്ഛൻ പറയുന്നത് ഇവൻ എന്ത് ഭ്രാന്താണ് പറയുന്നത് എന്നാണ്. ചാൾസ് കുട്ടിയായിരുന്നപ്പോൾ മുതൽ എല്ലാ നിയമങ്ങളും അനുസരിച്ചു. എന്ത് പറഞ്ഞാലും അത് ചെയ്യും. നിങ്ങൾ എന്നെ ഫോ കുടുംബത്തിലെ പിതാക്കന്മാരാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഫോ കുടുംബത്തിലെ പിതാക്കന്മാരായി. സൂ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തു. സൂസിയെ നിയമങ്ങൾ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്നെ അതേൽപ്പിച്ചു. ഫോ വീട്ടിലെ ഒരു ഉത്തമ സ്ത്രീയായി മാറുക ഞാൻ നിരസിച്ചിട്ടില്ല. നിങ്ങളെൻ്റെ അമ്മയും എങ്ങനെയാണ് മാറ്റിയത്? സൂസിക്ക് അങ്ങനെ മാറാൻ ഇഷ്ടമല്ല. എന്നെങ്കിലും അച്ഛൻ അമ്മയുടെ ഇഷ്ടം ചോദിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ അച്ഛനൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ലിസ എഴുന്നേറ്റ് അമ്മ ഇങ്ങനെ മാറ്റാനുള്ള റീസൺ പറയുന്നത്. അമ്മയുടെ കുടുംബം പാപ്പരായപ്പോൾ അച്ഛനാണ് 5 മില്യൺ കൊടുത്തത്. ആ കടം ഉപയോഗിച്ച് അച്ഛൻ അമ്മയെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ പക്ഷത്ത് നിർത്താൻ ശ്രമിച്ചു. അച്ഛൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ ഫോ ഫാമിലി ലേഡിയാവാൻ? സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അച്ഛൻ നിർത്താൻ പറയുമെങ്കിലും ലിസ നിർത്തിയില്ല. ഒരാൾ ചില മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിക്കണം. അതിനർത്ഥം മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആർക്കും ഫോ വീട്ടിലെ സ്ത്രീയാകാൻ കഴിയുമെന്നില്ല. ആർക്കെങ്കിലും ഫോ വീട്ടിലെ സ്ത്രീയാകാൻ കഴിയുമെങ്കിൽ അന്ന് അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കാൻ $5 മില്യൺ നിക്ഷേപിച്ചത് എന്തിനാണ്? അന്ന് തലസ്ഥാന നഗരങ്ങളിൽ ധാരാളം സ്ത്രീകളെ കിട്ടുമായിരുന്നല്ലോ. എന്തുകൊണ്ട് അമ്മ വിവാഹം ചെയ്തു? പക്ഷെ നിങ്ങൾ കണ്ടെത്തിയത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. അച്ഛന് വയറു നിറയെ കിട്ടിയപ്പോൾ അച്ഛൻ സൂസിയോട് ചായ ഒഴിക്കാനായി പറഞ്ഞു. നിങ്ങളെല്ലാവരും വളർന്നു. ഇനി എനിക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇനി മുതൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പറയുകയാണ്. അങ്ങനെ ലിസ അമ്മയോട് അറിഞ്ഞുകൊണ്ടല്ല ചെയ്തെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അതൊരു പ്രശ്നമല്ല. അങ്ങനെ സൂസി ഭയങ്കരമായ നിയമങ്ങളിൽ നിന്ന് ഒടുവിൽ മോചിതയായിരിക്കുകയാണ്. ഇനി മുതൽ നീയായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ചാൾസ് പറയുന്നു. ശേഷം ന്യൂ ഇയർ കുറച്ച് മുന്നേ ചേട്ടനും അനിയനും ലിസയും സൂസിയും മൊത്ത് മഞ്ഞി കാണാൻ ഇറങ്ങുകയാണ്. അപ്പോൾ സൂസി ചാൾസിനോട് പറയുന്നുണ്ട് അവൾ മുമ്പ് തന്നെ ചാൾസിനോട് ക്ഷമിച്ചതാണെന്ന്. അത് അവന് നേരത്തെ തന്നെ അറിയാം. ഇവരുടെ സന്തോഷം കാണുമ്പോൾ അച്ഛനും അമ്മയും ദൂരെ നിന്ന് കണ്ട് സന്തോഷിക്കുകയാണ്. ഇതോടെ ഡ്രാമ കഴിയുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.